ഇന്നിപ്പോൾ മിലിത്തിയോസ് തിരുമേനിയുടെ ഒരു പ്രസ്താവവുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രധാനമായും ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്താനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയാശങ്കകൾ ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനകത്ത് ഒട്ടും അഭികാമ്യമല്ലാത്ത 2 സംഭവങ്ങൾ പാലക്കാട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നല്ലേപ്പള്ളി സ്കൂളിലും അതുപോലെ തന്നെ തത്തമംഗലം സ്കൂളിലും. ഈ 2 സ്കൂളുകളിലെയും ക്രിസ്മസ് ആഘോഷങ്ങൾ ചിലർ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നിരിക്കുന്നത്. അതായത് നല്ലേപ്പള്ളി സ്കൂളിൽ എന്താ സംഭവിച്ചത്? അവിടുത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ചേർന്ന് പപ്പാഞ്ഞിയുടെ വേഷമൊക്കെ കെട്ടി ക്രിസ്മസ് ആഘോഷം നടത്തുന്നു. ക്രിസ്മസ് ആഘോഷം നടത്താത്ത ഏത് സ്കൂളുകളാണ് കേരളത്തിലുള്ളത്? എല്ലാ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം നടത്തുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് മലയാളികൾ ഒത്തൊരുമയോടുകൂടി നടത്തുന്ന ഒരു ആഘോഷമാണ്. അത് ഓണാഘോഷമൊക്കെ പോലെ തന്നെ എല്ലായിടത്തും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നടത്തുന്ന ഒരു ആഘോഷമാണ് ക്രിസ്തുമസ് ആഘോഷം എന്ന് പറയുന്നത്. ആ ആഘോഷ ചടങ്ങിലേക്ക് 3 പേർ കടന്നു ചെല്ലുകയും അവിടുത്തെ കുട്ടികളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ ആ പരിപാടി തടസ്സപ്പെടുത്തുകയും തിരിച്ചു പോവുകയൊക്കെ ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, 3 പേരെ റിമാൻഡിലാക്കിയിട്ടുണ്ടല്ലോ. ആ 3 പ്രതികൾ ആരൊക്കെയാണ്? ഒന്ന് VSPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അനിൽകുമാറാണ്. മറ്റൊരാൾ ബജ്രംഗദളിൻ്റെ നേതാവായിട്ടുള്ള സുശാസനാണ്. അപ്പം അതിനുശേഷമാണ് തത്തമംഗലത്ത് അതേപോലൊരു സംഭവം ആവർത്തിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണെന്ന് നമുക്കറിയില്ല. ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളിത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒട്ടേറെ വാർത്തകൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തെക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ക്രിസ്ത്യൻ ആഘോഷങ്ങൾക്കെതിരായിട്ട്, ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരായിട്ട്, ക്രിസ്തുമത വിശ്വാസികൾക്കെതിരായിട്ടൊക്കെ ഒട്ടേറെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2024 ഒരു പ്രത്യേകത എന്താണ്? 2024 പ്രത്യേകത എന്ന് പറയുന്നത് 1999 ഒഡീഷയിലെ കാന്ധമാലിൽ ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു മക്കളെയും ബജ്രംഗദളിൽ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നത്. അതിൽ ബജ്രംഗദൾ നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വലിയൊരു ദുരന്തം അതിൻ്റെ 25ാമത്തെ വർഷമാണ് ഇന്ന് ഈ രാജ്യത്ത്. ഈ പറയുന്ന ജനുവരി 22 ആയിരുന്നു 1999 ആ സംഭവം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് എത്രയെത്ര സംഭവങ്ങളാണ് രാജ്യത്തുടനീളം ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെ, ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് 2016 മുതൽ 2019 വരെയുള്ള ആ സമയം, ആ പീരീഡിൽ മാത്രം 60% ഇൻക്രീസാണ് ഈ ആക്രമണങ്ങൾക്ക് കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മണിപ്പൂരിൽ ഇപ്പോഴും കലാപം കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. മണിപ്പൂരിൽ 36 മണിക്കൂറിനകത്ത് 250 ദേവാലയങ്ങളാണ്, ക്രിസ്തീയ ദേവാലയങ്ങളാണ് തകർത്തെറിഞ്ഞത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കേരളത്തെ പോലൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന 2 സംഭവങ്ങൾ നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും ഉണ്ടായിട്ടുള്ള, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ഈ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് അതൊരു ചെറിയ സൂചനയല്ല എന്നുള്ളതാണ്. അത് വിശ്വ ഹിന്ദു പരിഷത്താണ് ചെയ്തത്, അല്ലെങ്കിൽ ബജ്രംഗദളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാനും കഴിയില്ല. ഇന്നിപ്പോൾ CBCIയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ചില ഫ്രിഞ്ച് എലമെൻസ് ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. ഫ്രിഞ്ച് എലമെൻസ് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അത്ര ലളിതമായിട്ട് ഈ വിഷയത്തെ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് ആൻഡ്രൂസ് താഴത്ത് പിതാവ് ആലോചിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായിട്ട് ഒരേ വേദി പങ്കുവെച്ചത് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയാണ് എങ്കിൽ 5 മാസം മുമ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് അടക്കമുള്ള ബിഷപ്പുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതെന്തിനാണെന്ന് അറിയാമോ? രാജ്യത്ത് ക്രിസ്തീയ വിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് പരാതി പറയാനും അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കാനായിരുന്നു 5 മാസം മുമ്പ് CBCIയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്നുള്ള കാര്യം മറക്കരുത്. 2023 രാജ്യത്തെ വിവിധ ബിഷപ്പുമാർ ചേർന്നിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടിട്ട് ഇതേപോലെ തന്നെ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും ഒക്കെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതിയായിരുന്നു ആ മെമ്മോറാണ്ടത്തിലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ക്രിസ്തീയ ആഘോഷങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നതുകൊണ്ട് തെറ്റുമില്ല. പക്ഷേ മിലിത്തിയോസ് പിതാവ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ പറയുന്ന അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പോലും എങ്ങനെയാണ് ഒരാളൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആശയത്തിന് ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് ഒരാൾ പ്രധാനമന്ത്രിയാവും, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ രാഷ്ട്രീയ ആശയത്തോടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ രാജ്യത്തൊരു പ്രതിപക്ഷമൊക്കെ ഉണ്ടായിരിക്കുന്നത്. മിലിത്തിയോസ് തിരുമേനി ഇന്ന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സത്യമാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഞാനത് കുറിച്ചു വെച്ചിട്ടുണ്ട്. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വളരെ പ്രകടമായ നടപടി പല സ്ഥലങ്ങളിൽ പല ശൈലിയിൽ നടപ്പാക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഈ രാജ്യത്ത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാകും
വിഭാഗം 40 മണിക്കൂറിനകത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ക്രിസ്ത്യാനി ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത് CBCIയുടെ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂട്ടിൽ പുഷ്പാർച്ചന നടത്തുന്നു. അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് 2 സ്കൂളുകളിൽ ഇതേ പുൽക്കൂട്ടുകൾ നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്മസ് കരോൾ സർവീസുകൾ ശല്യപ്പെടുത്തുന്നു. ഇവിടെ വ്യക്തമായൊരു വൈരുദ്ധ്യമുണ്ട്. ഊതിക്കൊണ്ട് കഴുത്തറക്കാൻ ശ്രമിക്കുന്നു. ഇത് വ്യക്തമായ സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ഈ രാഷ്ട്രീയം പറയുന്നത് ഒരു തെറ്റുമില്ല. ഒരു തിരുമേനി ആയിരിക്കുന്നതുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ വളരെ വ്യക്തതയോടെ സത്യസന്ധമായി പറയുന്നതിലൊരു തെറ്റുമില്ല. കാരണം മിലിത്യോസ് തിരുമേനി പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഡാറ്റാസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ രാജ്യത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളായാലും മുസ്ലിം ന്യൂനപക്ഷങ്ങളായാലും പല രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. അവരെ പല രീതിയിൽ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യമാണ് ഇന്ന് യുഹാനോൻ മിലിത്യോസ് തിരുമേനി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ RSSൻ്റെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ ദേശീയതയാണ്. ഹിന്ദുത്വ ദേശീയതയ്ക്ക് കീഴിൽ ഒരു ന്യൂനപക്ഷത്തെയും അവർ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷത്തെയും പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്കോ നാട് കടത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഹിന്ദുത്വ ദേശീയത സ്ഥാപിച്ചുകൊണ്ട് അതിന് താഴെ ആയിരിക്കണം മറ്റെല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും എന്ന് തീരുമാനിച്ചിട്ട് ആ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, ആ ആശയം മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്ഥാനമാണ് RSSും സംഘപരിവാറും. അതിൻ്റെ രാഷ്ട്രീയ ഔട്ട്ഫിറ്റാണ് BJP എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് മോഹൻ ഭഗവത് പറഞ്ഞൊരു കാര്യമുണ്ട്. നേരത്തെ ഗുരുജി ഗോൾവാക്കർ പറഞ്ഞിട്ടുണ്ട്, ബഞ്ച് ഓഫ് തോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്, 3 ആഭ്യന്തര ശത്രുക്കളാണ് ഇന്ത്യയിലുള്ളത്. 1 ക്രിസ്ത്യാനികൾ, 2 മുസ്ലിങ്ങൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. ഈ 3 വിഭാഗങ്ങളെയും പുറത്താക്കണം എന്നുള്ള നിലപാട് തന്നെയായിരുന്നു, ആഭ്യന്തര ശത്രുക്കളാണ് അവർ എന്നുള്ള നിലപാട് തന്നെയായിരുന്നു RSSൻ്റെ ഐഡിയോളോഗായിട്ടുള്ള ഗുരുജി ഗോൾവാക്കർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അടുത്തിടെ മോഹൻ ഭഗവത് അതിനകത്തൊരു തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗുരുജി എന്ന് എക്കാലത്തേക്കും വേണ്ടിയിട്ടുള്ളൊരു നിലപാടല്ല പറഞ്ഞിരിക്കുന്നത്, അന്നത്തെ പരിസ്ഥിതിയിൽ അത് പറഞ്ഞതാണ്. എല്ലാവരും ഇപ്പോൾ ആ അർത്ഥത്തിൽ ആഭ്യന്തര ശത്രുക്കളല്ല എന്ന് പറയുമ്പോൾ RSSന് മുസ്ലിങ്ങളോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകളോടുള്ള നിലപാടിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്ത്യാനികളോടുള്ള നിലപാടിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ ശത്രുക്കളായിട്ട് RSSും സംഘപരിവാറും കാണുന്നത് മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങൾക്ക് ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ ശത്രുവാരാണ്? ക്രിസ്ത്യാനികളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആദ്യത്തെ ശത്രു മുസ്ലിങ്ങളായിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കെതിരായി ആഗോളതലത്തിൽ നിൽക്കുന്ന ക്രിസ്തീയ സമുദായവുമായി ഐക്യപ്പെടാം എന്നൊരു ധാരണയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. ഇപ്പോൾ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ വളരെ നിസ്സാരമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ ചേരിചേരാ നയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പരമ്പരാഗതമായി ഇന്ത്യ പാലസ്തീനുമായി എടുത്തിട്ടുള്ള, ഇസ്രായേലുമായി എടുത്തുള്ള സമീപനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒറ്റയടിക്കാൻ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാടെടുത്തല്ലോ. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന അജണ്ടയാണ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുമായി ഐക്യപ്പെടാം എന്ന ഒരു ധാരണയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. കേരളത്തിൽ അത് വളരെ വളരെ വിപുലമായി നടപ്പാക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ തത്തമംഗലത്തും നല്ലേപ്പള്ളിയിലും ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഡിസംബർ 20 തീയതി മുതൽ 30 തീയതി വരെ BJP കേരളത്തിൽ എന്താ ചെയ്യുന്നത്? സ്നേഹ സന്ദേശ യാത്ര നടത്തുകയാണ് ചെയ്യുന്നത്. സ്നേഹ സന്ദേശ യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തീയ ബിഷപ്പുമാരുടെ വീടുകളിൽ പോവുക, അവർക്ക് കേക്ക് സമ്മാനിക്കുക, ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിക്കുക. നേരത്തെ ഈസ്റ്ററിൻ്റെ സമയത്തും അവരത് ചെയ്തിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കേരളത്തിൽ ക്രിസ്തീയ സമുദായവുമായിട്ടൊരു ഇൻട്രോഡ് ഉണ്ടാക്കാനായിട്ട് BJP തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ അവരുടെ വോട്ട് ശതമാനം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു വരുമ്പോൾ ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പായും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പാർട്ടി തന്നെ ഏതാണ്ട് 30% ക്രിസ്ത്യൻ വോട്ട് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിലയിരുത്തിയിട്ടുമുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ തന്ത്രം നടപ്പാക്കാൻ കേരളത്തിൽ ശ്രമിക്കുമ്പോഴാണ് ഈ ഫ്രിഞ്ച് എലമെൻസ് എന്ന് ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് വളരെ നിഷ്കളങ്കമായി പറഞ്ഞിട്ടുള്ള ബജറംഗദളും വിശ്വ ഹിന്ദു പരിഷത്തുമൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യൻ ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നത്. അത് കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഏതർത്ഥത്തിലാണ് നമ്മൾ, ഏത് ദിശയിലേക്കാണ് നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് സഞ്ചരിക്കുന്നത്? ഇതൊരു അപായ സൂചനയാണ്. വളരെ പെട്ടെന്ന് ഒരു സ്കൂളിലേക്ക് കയറി വന്നിട്ട് ഏതാനും ചില ആളുകൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കാൻ പോകുന്ന ഒരു പ്രവണതയായിരിക്കണമെന്നില്ല. അത് കേരളത്തിൽ എവിടെയും സംഭവിക്കാമെന്നുള്ളതുകൊണ്ട് അത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ഒട്ടും തന്നെ ഗുണകരമല്ല. നമ്മൾ വളരെ മതേതരമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സംഭവിക്കുന്നതിനൊക്കെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹമാണല്ലോ കേരളം. അവിടെയാണ് നമ്മുടെ ഈ മൂക്കിന് താഴെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് ഇത്തരത്തിലുള്ളൊരു ഒരു സംഭവം ഉണ്ടാകുന്നത്. അതൊരു ആപൽ സൂചനയായിട്ട് ഞാൻ കരുതുന്നു. അതിനെ വളരെ നിസ്സാരമായിട്ടൊക്കെ ചില പിതാക്കന്മാർ ചിത്രീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വരുന്നത് നല്ലതല്ലേ? പ്രധാനമന്ത്രി വരുന്നത് ഒരിക്കലും മോശപ്പെട്ടൊരു കാര്യമല്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കണം. പക്ഷേ 2024 പൊതു തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും BJPയുടെ പ്രചാരണത്തിനായി മണിപ്പൂർ സന്ദർശിക്കാത്തൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം, അതിൻ്റെ അടിത്തട്ടായി പ്രവർത്തിക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ
രാഷ്ട്രീയ അജണ്ട എന്താണെന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട, ഈ സമുദായത്തിൽപ്പെട്ട അനേക മനുഷ്യർ ഓരോ സ്ഥലത്തും നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും മറന്നുകൊണ്ടുള്ള ഒരു ഐക്യപ്പെടൽ, ഒരു കൈകോർക്കൽ, അതിൻ്റെ സമ്മർദ്ദം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒട്ടേറെ വിദേശ ഫണ്ടുകൾ വരുന്നൊരു സമുദായമാണ് ക്രിസ്ത്യാനികൾ എന്ന കാര്യത്തിലുള്ള സംശയമില്ല. അവരുടെ മിഷണറി പ്രവർത്തനവും അവരുടെ ചാരിറ്റി പ്രവർത്തനവും ഒക്കെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ വിദേശ ഫണ്ടിങ്ങിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു നീക്കം പ്രത്യേകിച്ച് FCRIയുടെ ഒക്കെ കാര്യത്തിനകത്ത് മോഡി സർക്കാർ വളരെ കൃത്യമായി എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഒരു പക്ഷേ ആ പ്രസ്ഥാനം സമുദായം അനുഭവിക്കുന്നുണ്ടാകും. അപ്പോഴും ഇന്ത്യയിൽ അവരുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് പലതരത്തിൽ ആ സമുദായം പലതരത്തിലുള്ള വെല്ലുവിളികൾ ഭൂരിപക്ഷ വർഗീയതയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത്തരത്തിലൊന്നും തന്നെ ഇല്ല എന്ന് അങ്ങനെയുള്ള വളരെ നിഷ്കളങ്കമായൊരു മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ സമീപിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് മിലിത്തിയോസ് തിരുമേനി പറഞ്ഞത് ശരിയായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തിരുമേനി പറയുന്നത് കൊണ്ട് അപ്രസക്തമാകുന്നില്ല. ഒരു തിരുമേനിക്ക് രാഷ്ട്രീയം പറഞ്ഞുകൂടാത്ത സാഹചര്യവും കേരളത്തിലില്ല. ചില കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ആ സത്യസന്ധമായ നിലപാട് തന്നെയാണ് മിലിത്തിയോസ് തിരുമേനി പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഭ ചില ഭീഷണികൾ നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് രണ്ട് തരത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ക്രിസ്തീയ സമുദായവും അതിൻ്റെ ദേവാലയങ്ങളും ആ മതവിഭാഗവും ഭൂരിപക്ഷ വർഗീയതയിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ട്. അതാണ് സഭ നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി. രണ്ട്, അതേ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാരിനോട് മിതപ്പെട്ടും മയപ്പെട്ടും നിൽക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നൊരു സാമ്പത്തിക അന്തരീക്ഷം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടിനും ഇടയിലാണ് ഇപ്പോൾ കേരളത്തിലും രാജ്യത്തും ക്രിസ്തീയ സഭ എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.